കേരള യൂണിവേഴ്സിറ്റിയിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തിനാണ് നമ്മൾ വാങ്ങുന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ പറയുമ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ UG ചെയ്തതിന് ശേഷം PG ചെയ്യാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ വരുന്നതെങ്കിൽ ആദ്യം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൈഗ്രേറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങും. അതിനുശേഷം PGക്ക് ഇക്വലൻ്റ് ആയ കോഴ്സാണ് MGയിൽ ചെയ്തതെന്ന് തെളിയിക്കുന്ന ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ വാങ്ങും. അതേപോലെ UG ചെയ്തത് കേരള യൂണിവേഴ്സിറ്റി എന്ന് വയ്ക്കുക, PG ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൈഗ്രേറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ LG സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്യണം. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്ത് ഡിഗ്രി പഠിച്ചതിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാൻ വരുമ്പോഴാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ വാങ്ങേണ്ടത്. ഇപ്പം സാധാരണയായി നമുക്ക് വരുന്നത് ഈ അഡ്മിഷൻ സമയത്താണ് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഉപയോഗം വരുന്നത്. അഡ്മിഷൻ സമയത്ത് അതല്ല 3 മാസത്തിനകം ഏൽപ്പിക്കേണ്ടതുമാണ് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വയ്ക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം നമുക്കറിയാം 2 ഓപ്ഷനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഒന്ന്, കേരള യൂണിവേഴ്സിറ്റി ഡയറക്റ്റായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ ലഭ്യമാണ്. അതല്ല, കേരള യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഫോം ഡൗൺലോഡ് ചെയ്തതിൻ്റെ ലിങ്ക് താഴെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഫോം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഫില്ല് ചെയ്യുക. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്, അത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി ആ ഫോം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. പാർട്ട് A, പാർട്ട് B, പാർട്ട് C എന്ന് പറയുന്ന ഓപ്ഷൻ വളരെയധികം ശ്രദ്ധാപൂർവം വായിച്ച് ഫില്ല് ചെയ്യുക. രണ്ടാമത് നമ്മൾ ഫീ റെസിപ്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എത്ര രൂപയാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് നമ്മൾ അടയ്ക്കേണ്ടതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് 235 രൂപയാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ 360 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇത് ഇൻക്ലൂഡിങ് ആപ്ലിക്കേഷൻ ഫോം ഉൾപ്പെടെയുള്ള ഫീ ആണ് ഞാൻ ഇതിൽ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഫോം ഡയറക്റ്റായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ 25 രൂപ കുറച്ച് നിങ്ങൾക്ക് ഫീ അടയ്ക്കാവുന്നതാണ്. മറ്റ് എലിജിബിലിറ്റിയും റിക്കഗ്നൈസ് സർട്ടിഫിക്കറ്റും കൂടെയാണ് നമ്മൾ അപേക്ഷ നൽകുന്നതെങ്കിൽ അതിൻ്റെ ഫീസ് കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഫോറിൻ ഡിഗ്രി പഠിച്ചവർക്കും വ്യത്യാസമുണ്ട്. അത് ഉറപ്പ് വരുത്തുക. എത്ര രൂപ ഫീസ് അടയ്ക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഉറപ്പ് വരുത്തി എൻക്വയറി നടത്തിയിട്ട് മാത്രം നമ്മൾ ഫീ അടയ്ക്കുവാൻ ശ്രമിക്കുക. മൂന്നാമത് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്: കോപ്പീസ് ഓഫ് ഫോളോയിങ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ബൈ ഗസറ്റ് ഓഫീസർ. നമുക്ക് ഈ കോപ്പികളെല്ലാം നമുക്ക് അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിലാദ്യം വേണ്ടത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ്. രണ്ടാമത് കൺസേൺ മാർക്ക് ലിസ്റ്റ്. സെം വൈസ് ഉള്ള സ്റ്റുഡൻസിന് കൺസേൺ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി വയ്ക്കാം. റെഗുലർക്കാണെങ്കിൽ ഓൾ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി വയ്ക്കുക. +2 SLC, അവസാനം TCയും അതല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് കോപ്പിയായിട്ട് വയ്ക്കേണ്ടത്. കോപ്പിയായിട്ട് വയ്ക്കുക മാത്രമല്ല, ആ കോപ്പിയിൽ നമ്മൾ ഗസറ്റ് ഓഫീസറിൻ്റെ സൈനിങ് ചെയ്ത് ഈ കോപ്പി വയ്ക്കേണ്ടതാണ്. നാലാമത് നമ്മൾ ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വരേണ്ട എൻവലപ്പും സ്റ്റാമ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സെൽഫ് അഡ്രസ്സ് എഴുതുക. എൻവലപ്പിനകത്ത് സെൽഫ് അഡ്രസ്സ് എഴുതുക. ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എവിടെയൊക്കെയാണ് വരേണ്ടത് എന്നുള്ള വ്യക്തമായി അഡ്രസ്സ് എഴുതുക. 22 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കുക. നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുക്കാം. അവിടെ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ തപാലിൽ തൊട്ടടുത്ത് രജിസ്ട്രാറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്, അവിടെ നമുക്ക് ഏൽപ്പിക്കാം. അതല്ല, പോസ്റ്റിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ രജിസ്ട്രാർ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, തിരുവനന്തപുരം 695034 എന്ന് പറയുന്ന മേൽവിലാസം എഴുതി നമുക്ക് പോസ്റ്റായിട്ടും അയക്കാം. നമ്മൾ ഉറപ്പ് വരുത്തുക, ഈ എൻവലപ്പും സ്റ്റാമ്പും നമ്മൾ വാങ്ങുമ്പോൾ അതിൽ ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ വയ്ക്കുക.
പോസ്റ്റിലാണ് അയക്കുന്നതെങ്കിൽ മറ്റൊരു കവറിൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അതിനുള്ളിൽ വെച്ച് പോസ്റ്റ് അഡ്രസ്സിൽ അയക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് നോക്കിയത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് കേരള യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ അപേക്ഷ നൽകാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയുന്നതാണ്. തുടർന്ന് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അനേകം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.